അല്ല മമ്മൂക്കയുടെ കൂടെ ഞാൻ അങ്ങനെ പിഷാരടിയുടെ പോലെ സന്തത സഹചാരിയായിട്ട് അങ്ങനെ നടക്കൂലായിരുന്നു. എനിക്കൊരു ഇതുണ്ടല്ലോ, ടെക്നോളജി ഉണ്ട്. ഞാൻ എന്ത് നല്ലത് വന്നാലും ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും, പുള്ളി തിരിച്ചെനിക്ക് അയച്ചു തരണം. പുള്ളിയുടെ നല്ല വെറുതെ പൊക്കാനല്ല, നല്ല സിനിമകളിൽ നല്ല സംഭവങ്ങൾ മാത്രമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഇവൻ വെറുതെ തള്ളണാന്ന് പറയും. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് പ്രതികരണം വരും. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് എല്ലാ രീതിയിലും മാതൃകയാക്കാൻ പറ്റുന്നത് അതൊരു മോശം കാര്യമല്ല. ഇപ്പൊ പിഷാരടി കൂടെ നടക്കുന്നത് പിഷാരടിയുടെ പ്രിവിലേജാണ്, ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതങ്ങനെ എല്ലാവരും നടത്തിക്കൊന്നുമില്ല പുള്ളി. അത് വളരെ സെലക്ട് ചെയ്തു, ബൗൺസേഴ്സിനെ പോലെ ഇത്ര അകലത്തിലേ നടത്തിക്കുള്ളൂ. അപ്പൊ അത് പിഷാരടിയുടെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണത്. താങ്കളെ തള്ളി മാറ്റി അല്ല, ഞാൻ അങ്ങനെ നടക്കൂലായിരുന്നല്ലോ. ഞാൻ അവന്റെ പോലെ അല്ലായിരുന്നു. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നില്ലേ, പിഷാരടി ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാൽ അപ്പം അപ്ഡേറ്റഡ് ആണ്. അപ്പൊ മമ്മൂക്കക്ക് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരാളാണത്. ലോകത്തെ ഏത് വിഷയം ഉണ്ടെങ്കിലും അവൻ വന്നിട്ട് സംസാരിക്കും. അപ്പൊ പിഷാരടീനെ മമ്മൂക്കക്ക് ആവശ്യമുണ്ട്, മമ്മൂക്കക്ക് പിഷാരടീനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതൊരു ഒരു വഞ്ചിയില് രണ്ടുപേരും നല്ല കാര്യമല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും കൂളായിട്ട് ഒരു ഹാപ്പിനെസ് ആയിട്ട് നടക്കും. നമുക്ക് അങ്ങനെ എല്ലാവരും അങ്ങനെ അടുപ്പിക്കൊന്നുമില്ല. ചേട്ടന്റെ ശരീരം വളരെ ശ്രദ്ധിച്ച് പണ്ട് തൊട്ട് നമ്മൾ സിനിമകളിലൊക്കെ നോക്കി കഴിയുമ്പോൾ ചേട്ടൻ വന്ന വില്ലനാണ്. തമാശ റോളുകളൊക്കെ ചേട്ടൻ തന്നിട്ടില്ല, ഇത് പ്രശ്നമാണ്, പ്രശ്നക്കാരനാണ്. നമ്മൾ ഏത് ലെവൽ ഓഫ് പ്രശ്നത്തിലേക്ക് പുള്ളി പോകുന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. റഫ് ആൻഡ് ടഫ് ലുക്കും എല്ലാമാണ്. പക്ഷെ ഇപ്പൊ അമർ അക്ബർ അന്തോണിയിലേക്ക് വന്നു കഴിയുമ്പോൾ ചേട്ടനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എല്ലാം ഉണ്ട്, ബോഡി ബിൽഡിംഗ് എല്ലാം ഉള്ള ഒരാളൊക്കെയാണ്. പക്ഷെ ഒരു പാവം അത്ര ചിന്തിക്കാത്ത ഒരാളായിട്ടാണ്. ശരിക്കും റഫ് ആൻഡ് ടഫ് ആണോ അതോ? ഞാൻ വളരെ ഹ്യൂമർ സെൻസ് ആണ് കൂടുതൽ നമുക്ക്. അത് ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങള് അമ്മയുടെ ഒരു ഷോന് വേണ്ടിയിട്ട് കോഴിക്കോട് മലബാർ ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പൊ ഓരോരുത്തരും ഓരോ ടീമുകളായിട്ടാണ് നിൽക്കുന്നത്. ഇവരൊരു ടീം എന്ന് പറഞ്ഞാൽ ഭീമൻ രഘു, ബാബുരാജ്, പുള്ളിയാണ്. അല്ല, ഒരുമിച്ച് ജിമ്മിൽ എക്സസൈസ് ചെയ്യാം കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളിപ്പുറത്ത് ഞാൻ പിന്നെ കോട്ടൻ നസീർ, അങ്ങനെ 2-3 പേരെ കൂടി ഇങ്ങനെ തമാശ ടീം ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഭയങ്കര ചിരി കേൾക്കണ്. അപ്പൊ ഫുൾ കാർട്ടൂൺ സിനിമയാണ് ഇട്ടേക്കണത്. ടോം ആൻഡ് ജെറി കണ്ടിട്ട് ഇവരൊന്ന് ചിരിക്കാണ്, കാര്യമായിട്ട് പറഞ്ഞാണ്. എന്നിട്ട് ബാബുരാജിന്റെ അടുത്ത് ആ എലീനെ കണ്ടില്ലേ, എലി അവനെ പിടിക്കാൻ പോയപ്പോ കിട്ടിയില്ല അവൻ. അപ്പൊ ഇവരുടെ മനസ്സൊക്കെ ചെറുതാണ്, ശരീരം കൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നോക്കിക്കോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര അത് മോശമെന്നല്ല, ഒരു നല്ല കാര്യമാണത്. എപ്പോഴും ഈ ഉപദ്രവ ചിന്തകളൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, കളങ്കം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. കുഞ്ഞുങ്ങളുടെ എല്ലാം നമ്മള് ഇത് ഫുള്ളായിട്ട് ഫ്രഷ് ആയിരിക്കും. ഒരു എന്താ പറയേണ്ടത് ആലോചിച്ച് അതൊന്നുമില്ല. ടോയ്സ് ഒക്കെ വെച്ച് കളിക്കൂര് ഒരു നിമിഷത്തേക്ക്